ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കറുത്ത ഉടുപ്പിട്ടാൽ, കറുത്ത മാസ്ക് ഇട്ടാൽ, ആരെങ്കിലും വഴി സൈഡിൽ ഒരു ഗ്യാസ് സ്റ്റവ് കത്തിച്ചാൽ പോലും പേടിച്ച് വിരളുന്ന മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ ആര് ശബ്ദമുയർത്തിയാലും അദ്ദേഹം വരണ്ടു പോകും. ഒരു ഫാസിസ്റ്റിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്ന് അറിയോ? സ്വന്തം നിഴലിനെ പോലും അവസാന കാലഘട്ടത്തിൽ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. നമ്മൾ സ്റ്റാലിനെ കുറിച്ചിട്ടൊക്കെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സകല ആളുകളെയും ഭയമായിരുന്നു. അതിന് സമാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അവസ്ഥയും. ഇവിടെ PV അൻവർ ഉന്നയിച്ച ആ കോസ് അതിനൊരു വില കൊടുക്കണ്ടേ? PV അൻവർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു പൊളിക്കുന്നതായിട്ട് കാണുന്ന ഏതെങ്കിലും ഒരു ദൃശ്യം കാണിച്ചു തരാൻ പറ്റുമോ? ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് സമരത്തിൽ പങ്കെടുക്കുന്ന പല ആളുകളുണ്ടാവും. ഉദ്ഘാടനം ചെയ്ത ആളുകൾ അല്ലെങ്കിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത നടക്കുന്ന സമയത്ത് ആ MLA പോയതിനു ശേഷം അവിടെ അക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അതിലെങ്ങനെ അദ്ദേഹം പ്രതിയാക്കപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ ആളുകളും പ്രതിയാക്കപ്പെടേണ്ട സാഹചര്യമില്ലേ? ഇവിടെ റോഡ് നടുവഴി കെട്ടിയടച്ചുകൊണ്ട് സമ്മേളനം നടത്തിയ MV ഗോവിന്ദൻ ഇപ്പോഴും ഈ ലോകം മുഴുവൻ തള്ളിക്കൊണ്ട് നടക്കുന്നില്ലേ? ഇല്ലേ? പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ തോന്നിവാസം നടക്കുന്നത്? ജയിൽ ഉപദേശക സമിതിയിലുള്ള CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികളെ ജയിലിൽ സന്ദർശിക്കുകയും പക്ഷപാതപരമായിട്ടുള്ള നിലപാട് പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ? അപ്പൊ ഇതിലെല്ലാം നമ്മൾ ഇതിനെ ഇങ്ങനെ സമീകരിച്ച് കാണാൻ പറ്റില്ല. PV അൻവറെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ജയിലിൽ അടച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ PV അൻവറിന് കിട്ടുന്ന ആ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് പിണറായി വിജയൻ സംഭാവന ചെയ്താണ്.